സദാസേവ്യ സദാസേവ്യ ഭാഗവതീ കഥ എന്ന് ആചാര്യന്മാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈശ്വരോപാസനയുടെ പ്രാധാന്യം നമ്മളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ്. സുഖം അനുഭവിക്കുന്ന മനസ്സിന് ഉടമകളായിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഈശ്വരോപാസനയ്ക്ക് ദൃഢത കുറയും. എന്നാൽ ലൗകികമായി ദുഃഖം അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ ഈശ്വരോപാസനയ്ക്ക് മുതിർന്നാൽ ആ ഈശ്വരോപാസനയ്ക്ക് ദൃഢത കൂടും. ഇത് പ്രകൃതി നിയമമാണ്. കർക്കിടക മാസം എന്ന് പറയുന്നത് പഞ്ഞമാസമായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ള കാലമുണ്ട്. കാരണം അന്ന് ജീവിച്ചിരുന്നവർ പ്രകൃതിയെ ജീവിതോപാധിയായി സ്വീകരിച്ചിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ നിരവധി ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു അവർക്ക്. ഇന്നത്തെ സ്ഥിതി കർക്കിടക മാസം മാത്രമല്ല, എല്ലാ മാസവും സത്യത്തിൽ പഞ്ഞമാസങ്ങളായിട്ട് വേണമെങ്കിൽ ചിത്രീകരിക്കപ്പെടാം. കാരണം മനുഷ്യ മനസ്സ് ഇന്ന് വളരെ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരോപാസനയ്ക്ക് അതിപ്രാധാന്യവുമുണ്ട്. പാരമ്പര്യമായി നിശ്ചയിക്കപ്പെട്ട കർക്കിടക മാസത്തിൽ നമുക്ക് ഈശ്വരോപാസന ചെയ്യാം, അതെങ്കിലും നമ്മൾ ഉറപ്പിക്കാം. ഇനി എന്തുകൊണ്ട് കർക്കിടക മാസത്തിൽ രാമായണം നിശ്ചയിച്ചു? മർത്യാവതാരസ്തുവഹ മർത്യശിക്ഷണം രക്ഷോവധായ ഇവന കേവലം വിഭോഹോ. ഇങ്ങനെ തുടങ്ങി ഭാഗവതത്തിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നു. ശ്രീരാമൻ ജീവിതത്തിൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ എങ്ങനെ നേരിടണം എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ 7ാമത്തെ അവതാരമായിട്ടുള്ള ശ്രീരാമ അവതാരം സ്വീകരിച്ചത്. ജീവിത പ്രാരാബ്ധങ്ങളുടെ ഇടയിലൂടെ നീങ്ങുമ്പോഴും നമുക്ക് ധർമ്മം കൈവടിയാതിരിക്കാനും ഉള്ള ശക്തി എങ്ങനെ നേടിയെടുക്കാം എന്ന് ശ്രീരാമൻ്റെ അവതാര കഥയിലൂടെ നമുക്ക് അനുസ്മരിക്കാം. വാത്മീകിയാൽ വിരചിതമായ രാമായണത്തിന് കവികൾ നിരവധി വ്യാഖ്യാന രൂപേണ നിരവധി രാമായണങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്, ഓരോ ഭാഷയിലും. തുഞ്ചത്ത് ആചാര്യൻ, രാമാനുജൻ എഴുത്തച്ഛൻ ആചാര്യൻ നമുക്ക് മലയാള ഭാഷയിൽ വളരെ ലളിതമായി രാമായണ കഥ പറഞ്ഞു തന്നു 400 വർഷം മുമ്പ്. ഈ കർക്കിടക മാസത്തിൽ നമുക്ക് മുഴുവനായിട്ട് അത് പാരായണം ചെയ്ത് അനുസ്മരിക്കാൻ സാധിക്കില്ല എങ്കിലും അവിടെയായി കുറച്ച് ഭാഗങ്ങൾ നമുക്ക് പാരായണം ചെയ്യുകയും അനുസ്മരിക്കുകയും ചെയ്യാം. അതിന് ആ തുഞ്ചത്താചാര്യൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു തുഞ്ചത്താചാര്യനെ വന്ദിക്കുന്ന ഒരു ശ്ലോകത്തോടുകൂടി നമുക്ക് രാമായണ പാരായണം ആരംഭിക്കാം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. രാമ 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 രാമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം
ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക നാരദം എന്നുടെ നാവു തന്മേൽ. വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ, നാണമെന്നിയേ മുദാ നാവിന്മേൽ നടനം ചെയ്യണാങ്കാനനെ യഥാകാനനെ ദിഗംബരൻ. വാരിജോത്ഭവമുഖവാരിജവാസേ ബാലേ, വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ. ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ, പാരാതെ സലക്ഷണം മേൽ മേൽ മംഗളശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ, വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണുയോത്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ, വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണു തന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാത്മീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ
മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ.